ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വനയാത്ര. രാഘവൻ താതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേയിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ, സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗഖ്യമാർന്ന് പോവാനായി പുറപ്പെട്ടു. ഖേദം അകലെ കളഞ്ഞിനി ഞങ്ങളെ, താതനാജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ട് കൈകേയി സാദരം പെട്ടെന്നെഴുന്നേറ്റിരുന്നു സസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചീരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാവൽക്കലം ലക്ഷ്മണൻ താനും ഉടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷം എന്തുള്ളിലെന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർതൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിത് ഗാഠം ഉടുക്കുന്നതെന്നുള്ള ചിന്തയാ. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഇംഗിതജ്ഞൻ തഥാ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോപരി വേഷ്ടിച്ച് സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നത് കണ്ടോരു രാജതാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നതു കേട്ട് നിന്നരുളിടും വസിഷ്ഠ മഹാമുനി. കോപേന ഫൽസിച്ചു കൈകേയി തന്നോട് താപേന ചൊല്ലിനാൻ എന്തിത് തോന്നുവാൻ. ദുഷ്ടേ നിശാചരി ദുർവൃത്തമാനസേ, കഷ്ടമൂർത്തോളം കഠോരശീലേ ഖലേ. രാമൻ വനത്തേനു പോകേണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മാനസേ തോന്നിയതെന്തോരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനോടുകൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ടനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ച് സദാകാലം ഭർതൃശുശ്രൂഷയും ചെയ്ത് പിരിയാതെ ചിത്തശുദ്ധ്യാ ചരിച്ചിടുകന്നേ വരൂ. ഇത്തം വസിഷ്ഠോക്തി കേട്ട് ദശരഥൻ നത്വാ സുമന്ത്രരോടേവം അരുൾ ചെയ്ത് രാജയോഗ്യം രഥമാശു വരുത്തുക. രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്തം മുക്ത്വാ രാമവക്ത്രാംബുജം പാർത്ത് പുത്രഃ രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകാഭിരാമാംഗഃ ഹാ മമ പ്രാണസമാന മനോഹര. ദുഃഖിച്ച ഭൂമിയിൽ വീണു ദശരഥൻ ഉൾക്കാമ്പഴിഞ്ഞു
കരയുന്നതന്നേരം. തേരുമൊരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്ത്, തേരിൽ കരേറുക സീതേ വിരവിൽ നീ, നേരമിനി കളഞ്ഞിടരുതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിരാ വല്ലഭനാകിയ രാമനും. മാനസേ ദുഃഖം കളഞ്ഞു ജനകനെ, വീണു വണങ്ങി പ്രദക്ഷിണവും ചെയ്ത്, താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തുണിരാദികളെല്ലാം കൈക്കൊണ്ട് വന്ദിച്ച താനും കരേറിനാൻ. ലക്ഷ്മണനപ്പോൾ സുമന്ത്രരും ആകുലാൽ ദുഃഖേന തേർ നടത്തിയിടിനാൻ. ഭൂപനും നിൽക്ക നിൽക്കെന്ന് ചൊന്നാൻ രഘുനാഥനും. ഗച്ഛ ഗച്ഛേതി വേഗാലരുൾ ചെയ്തിത്, നിശ്ചലമായത് ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരെ മറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണത് ഭൂതലേ. സ്ത്രീ ബാലവൃദ്ധാവതി പുരവാസികൾ താപം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട തിഷ്ട പ്രഭോ രാമദയാനിധേ, ദൃഷ്ടിക്കമൃതാമായൊരു തിരുമേനി. കാണായ്കിൽ എങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു, പ്രാണനോ പോയിതല്ലോ വിധി ദൈവമേ. ഇത്തരം ചൊല്ലി പ്രലപിച്ചു സർവരും സത്വരം തേരിൽ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം പ്രലപിച്ചതാ ചൊന്നാൻ പരിചാരകന്മാരുടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കലാക്കുവിൻ. രാമനെ വേറിട്ട് ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴ്കെന്നതില്ലെന്ന് നിർണയം എന്നത് കേട്ടൊരു ഭൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്ത് കൗസല്യതൻ മന്ദിരത്തിങ്കലാക്കിയിടിനാനന്നേരം. വന്നോരു ദുഃഖേന മോഹിച്ചു വീണിതു, പിന്നെ ഉണർന്ന് കരഞ്ഞു തുടങ്ങിനാൻ. ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമദേവനും തമസാ നദിയുടെ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ. ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു സുമന്ത്രരുമായോരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പോക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടായികിൽ കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കൽ ഉറച്ച് മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ട് ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യൻ ഉദിച്ചാൽ അയക്കയുമില്ലിവർ, കാര്യത്തിനും വരും വിഘ്നം എന്നാൽ ഇവർ. ഖേദം കലർന്ന് തളർന്നുറങ്ങുന്നിത്, ബോധമില്ലിപ്പോൾ ഇനി ഉണരും മുൻപേ. പോകാം നാം ഇപ്പോഴേ കൂട്ടുക തേരെന്ന് രാഘവൻ വാക്കുകൾ കേട്ടു സുമന്ത്രരും. വേഗേന തേരും ഒരുമിച്ചിതന്നേരം രാഘവന്മാരും ജനകതനൂജയും. തേരിലേറിയിടിനാർ ഏതോമറിഞ്ഞീല പൗരജനങ്ങളന്നേരം സുമന്ത്രരും.
ചെറ്റയോധ്യാമുഖം ഗമിച്ചിട്ടതാ തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റന്നാൾ തങ്ങൾ ഉണർന്നു നോക്കും നേരം കണ്ടില്ല രാമനെ എന്ന് കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപുക്കുമേവിനാർ സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനൂദിനം പുത്രമിത്രാദികളോടുമിട ചേർന്ന് ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും മംഗലദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടമ്പുക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്ത് സഹാനുജം ശൃംഗിവേരാവിദൂരെ മരുവീടിനാൻ ദാശരഥിയും വിദേഹതനൂജയും ശിംശിപാമൂലെ സുഖേന വാണിടിനാർ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗുഹസംഗമം. രാമഗമന മഹോത്സവമിത്രയും ആമോദമുൾക്കൊണ്ട് കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളോരു രാമൻ തിരുവടിയെ കണ്ട് വന്ദിപ്പാൻ പക്വമനസ്സോട് ഭക്തൈവ സത്വരം പക്വാഫലമതു പുഷ്പാദികളെല്ലാം കൈക്കൊണ്ട് ചെന്ന് രാമാഗ്രേ വിനിശ്യപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്ത് പെട്ടെന്നടുത്തെഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാദൃഢം മണച്ചാശ്ലേഷവും ചെയ്ത് മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്ത് കഞ്ചവിലോചനൻ നിന്തിരുമേനി കണ്ടഞ്ജലി പൂണ്ട് ഗുഹനുമുര ചെയ്തു ധന്യനായേ അടിയനിന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതുമൊരു ദൂഷണഹീനം അധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിൻ തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മദീയം മമ സഖേ. സൗഖ്യം ഇതിൽ പരം ഇല്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്ന് അന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ. പൂജ്യനാം നീ പരിപാലിക്ക സന്തതം. കണ്ഠഭാവം ചെറുതുണ്ടാകുകയും വേണ്ട. കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും. ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ. ശുദ്ധ
വടക്ഷീരഭൂതികളെ കൊണ്ട് ബദ്ധമായൊരു ജടാമകൂടത്തോടും സോദരൻ തന്നാൽ കുശതലാദ്യങ്ങളാൽ സാദരം ആശ്രിതമായ തൽപസ്ഥലേ പാനീയമാത്രമശിച്ച് വൈദേഹിയും താനുമായി പള്ളിക്കുറുപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർധിനി പര്യങ്കേഥാപുരാ വാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടു കൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നത് കണ്ടതി ദുഃഖം കലർന്ന് ബാഷ്പാകുലനായി ഗുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടിലയോ സഖേ, പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായത്. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനാകാത്മജയോടും പള്ളിക്കുറുപ്പു കൊള്ളും മുന്നമിഹ പല്ലവ പല്യങ്ക സിംനീവനാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിത് കൈകേയി. മന്ധരാചിത്തമാസ്തായ കൈകേയി താൻ ഹന്ത മഹാപാപം ആചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികൾ ഇത്തം അഹന്ത സൗമിത്രിയും സത്വരം ഉത്തരം ചൊല്ലിനാൻ. ഭദ്രമതേ ശൃണു മധ്വജനം രാമഭദ്രനാമം ജപിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ കോ ഹേതു ജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതു സഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സർവദുഃഖ കാരണം. സുഖദുഃഖങ്ങൾ ദാനം ചെയ്വതിന്നാലും ഉൾക്കാമ്പിൽ ഓർത്തു കണ്ടാലില്ല നിർണയം. ഏകൻ മമ സുഖദാതാ ജഗതി മറ്റേകൻ മമ ദുഃഖദാതാ വിധിവ്രത. തോന്നുന്നിതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ഞാൻ ഇതിനിന്ന് കർത്താവെന്നു തോന്നുന്നു മാനസദാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബദ്ധം സഖേ, ഭോഗങ്ങളും നിജ കർമാനുസാരികൾ. മിത്രാര്യുദാസീന ബാന്ധവ ദ്വേഷ മധ്യസ്ഥ സുർജന്ന ഭേദബുദ്ധിഭ്രമം. ചിത്രമത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ യത്ര വിഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജകർമ്മവശാഗത ഒക്കെയൊന്നുൾക്കാമ്പു കൊണ്ട് നിനച്ചതിൽ. യദ്യദ്യഗതാഗതം തത്ര കാലാന്തരേ തത്തത് പൂജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായിക്കൊണ്ട് കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. വ്യർത്ഥം ഓർത്തോളം വിഷാദ പ്രഹർഷങ്ങൾ ചിത്തേ ശുഭാശുഭ കർമ്മഫലോദയേ. മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യം ഉൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ, നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും, ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം, മാനസേ ചിന്തിക്കിലത്രയുമല്ലെടോ.
ദുഃഖമധ്യേ സുഖമായി വരും, പിന്നെ ദുഃഖം സുഖമധ്യ സംസ്ഥമായും വരും. രണ്ടും അന്യോന സംയുക്തമായേവനും ഉണ്ട് ജലഭംഗമെന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്നു ബുധജനം. ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കും നേരം മിത്രനുദിച്ചിത് സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളിച്ചെയ്ത് തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സ്വാമിനിയും ദ്രോണികാസമാരുഹ്യതാം സൗമിത്രിണാ ജനകാത്മജായാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മാനവവീര മമ പ്രാണവല്ലഭാം. ശൃംഗിവേരാദിവൻ വാക്കുകേട്ട നേരം മംഗളദേവതയാകിയ സീതയെ കയ്യും പിടിച്ചു കരറ്റി ഗുഹനുടെ കയ്യും പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും മായതമായൊരു തോണി കരേറിനാൻ. ജ്ഞാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോട് വഹിച്ചിത് തോണിയും. മംഗലാഭാംഗിയാം ജാനകീ ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൻ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവും കഴിഞ്ഞാതരാൽ ഇങ്ങു വന്നാൽ ബലിപൂജകൾ നൽകുവാൻ. രക്ഷിച്ചു കൊള്ളുക നിയാപത്തുകൂടാതെ ദക്ഷാരി വല്ലഭേ ഗംഗേ നമോസ്തുതേ. ഇത്തരം പ്രാർത്ഥിച്ച് വന്ദിച്ചിരിക്കവേ സത്വരം പാരാകുലം ഗമിച്ചിടിനാർ. തോണിയിൽ നിന്ന് താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൽ മനോഗതം. കൂടെ വിടകൊള്ളുവതിന്നടിയന്നുമൊരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവന്നല്ലായിൽ ഏണാംഗബിംബാനന ജഗദീപദേ. നൈഷാദവാക്യങ്ങൾ കേട്ട് മനസി സന്തോഷേണ രാഘവൻ ഏവം അരുൾ ചെയ്ത് സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിഞ്ഞു വാണിടുക സത്യവിരോധം വരാരാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളിച്ചെയ്ത് ചിത്തമോദേന ഗാഢാശ്ലേഷവും ചെയ്ത് ഭക്തനെ പോകെന്നയച്ചു രഘുത്തമൻ. ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്ത് മന്ദമന്ദം തോണിമേലേ ഗുഹൻ വീണ്ടും മന്ദിരം പൂക്കു ചിന്തിച്ചു മരുവിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.